മാരക രോഗബാധിതനായ ഷിജിലിന്റെ ചികിത്സാ സഹായത്തിനായി നാടിനൊപ്പം കൈകോർത്ത സ്വരലയം പാട്ടുകൂട്ടം. പള്ളുരുത്തി കച്ചേരിപ്പടി നഗരസഭാ പാർക്ക് കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന സ്വരലയം പാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായത്തിനായി നടത്തിയ കരോക്കെ ഗാനമേള കൊച്ചി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പശ്ചിമ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ഗാനമേള നടത്തി 1 ലക്ഷം രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. മാരക രോഗബാധിതനായ പള്ളുരുത്തി കച്ചേരിപ്പടി സ്വദേശിയായ ഷിജിലിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്തുന്നതിനായി നാട്ടുകാർ കൈകോർത്ത് നടത്തുന്ന സഹായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വരലയം പാട്ടുകൂട്ടം കരോക്കെ ഗാനമേള സംഘടിപ്പിച്ചു. പള്ളുരുത്തി കച്ചേരിപ്പടി നഗരസഭാ പാർക്ക് കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന സ്വരലയം പാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി ചെറളായിക്കട ജംഗ്ഷനിൽ നടന്ന ഗാനമേളയിൽ പ്രസിഡന്റ് കെ.എ. രാജീവ് അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫ് ഗാനമേള ഉദ്ഘാടനം ചെയ്തു. ഒരു ചികിത്സാ സമ്പ്രദായം ഒരു കച്ചവട കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചെറിയ ഒരു രോഗത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കാലഘട്ടം. സാധാരണക്കാരനിക്ക് നല്ല ചികിത്സ കിട്ടണമെങ്കിൽ ഇത്തരം ഒരുപാട് ഉദാരമതിയുള്ള സഹായം കൊണ്ട് മാത്രമേ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധ്യമാകുള്ളൂ. വലിയ തുക ചികിത്സക്ക് വരുന്ന ഷിജിലിൻ്റെ ചികിത്സക്ക് വരുന്ന തുക സ്വരൂപിക്കുന്നതിന് നിങ്ങൾ കഴിയുന്ന സഹായ സഹകരണം നൽകി സഹായിക്കണമെന്നും സെക്രട്ടറി റഹീം ഫോട്ടോ, കൺവീനർ നൌഷാദ് എന്നിവർ സംസാരിച്ചു. കൊച്ചിയിലെ പ്രമുഖ ഗായകരായ യഹിയ അസീസ്, അനീഷ് റഹീം എന്നിവരുൾപ്പെടെ 15-ലധികം ഗായകർ ഗാനങ്ങൾ അവതരിപ്പിച്ച് ചികിത്സാ സഹായ നിധിയിലേക്ക് പിന്തുണ അറിയിച്ചു. പശ്ചിമ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും കരോക്കെ ഗാനമേളകൾ സംഘടിപ്പിച്ച് ചികിത്സാ സഹായ നിധിയിലേക്ക് 1 ലക്ഷത്തിലധികം രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് സെക്രട്ടറി റഹീം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.